കെ വിക്ക് ഉണ്ടായിരുന്ന പ്രണയത്തിനെക്കുറിച്ച് കെ വിയെ ഒരു ദാർശനികനും പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതൊക്കെ അത്തരം കാര്യങ്ങൾ മാത്രമാണ് പൊതുവെ ആൾക്കാർ സംസാരിക്കാറുള്ളത്. പക്ഷേ കെ വി എന്നുള്ള വ്യക്തിയെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യച്ചയെ പഠിക്കുമ്പോൾ രണ്ടുപേരും തന്നെ കെ വിക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു പ്രണയത്തിനെക്കുറിച്ച് മനുഷ്യച്ചി പറഞ്ഞത് മാത്രമല്ല കെ വിക്ക് ഇപ്പോൾ അതിൽ ഒരു നഷ്ടബോധമോ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം വിരഹം പോലുള്ള കാര്യങ്ങൾ മനസ്സിലിപ്പോഴും ഉണ്ടോ, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ, അല്ലെങ്കിൽ പ്രണയത്തിനെക്കുറിച്ച് പ്രസ്ഥാനത്തിനോടാണ് പ്രണയം എന്ന് പറയുന്നൊരു നിലപാട്, ആ നിലപാടിനെക്കുറിച്ചൊക്കെ ഇപ്പം എന്ത് തോന്നുന്നു? പ്രണയത്തിനെക്കുറിച്ച് പൊതുവിൽ എന്താണ് കെ വിയുടെ അഭിപ്രായം? പ്രണയം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതുണ്ട് ശരിക്കത്. പക്ഷെ അതിന് ഇങ്ങനെ ഒരു നഷ്ടബോധമൊന്നും തോന്നുന്നില്ല ശരിക്ക്. അന്നത് ആ ഓർമ്മകൾ അതേപടി സജീവമായി നിലനിർത്തുക എന്നുള്ളൊരു സമീപനമാണ് എനിക്കുള്ളത്. ഇപ്പം അന്നത്തെ ആ കുട്ടി ഉമാ എന്നാണ് ഞാൻ അതിന് പേരിട്ടുള്ളത്, ശരിയായ പേരതല്ല. അവരിപ്പോൾ ഏതോ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയൊക്കെ ആയിട്ട് എവിടെയോ ജീവിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ അത് അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഒട്ടും കടന്നു വരുന്നില്ല. എനിക്കത് താല്പര്യമില്ല, അതൊന്നും അറിയാനുള്ള ആരും താല്പര്യമില്ല. കാരണം എനിക്ക് അന്നത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ആ കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് അതേപടി നിലനിർത്തുക എന്നുള്ളതിനാണ് താല്പര്യമുള്ളത്. ഒരു ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കുട്ടി, നല്ല സൗന്ദര്യവും കഴിവും ഫിലോസഫിയിലൊക്കെ താല്പര്യമുണ്ടെന്നുള്ളത് എന്നെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്തൊരു കാര്യമായിരുന്നു. അങ്ങനെയാണത്. വലിയൊരു പ്രണയമെന്ന രീതിയിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പരസ്പരം പരിചയപ്പെടുകയും പരസ്പരം താല്പര്യമുണ്ടെന്ന് തോന്നുകയൊക്കെ ചെയ്തെങ്കിലും അങ്ങനെ അതൊരു നല്ലൊരു പ്രണയ ജീവിതം പോലെയൊന്നും മാറുന്നുണ്ടായിട്ടില്ല ശരിക്ക്. മാത്രമല്ല അത് ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നിന്നു പോകാനിടയാകുന്നുണ്ട്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു നോവൽ വായിക്കുന്ന പോലെ വായിക്കാവുന്ന പ്രണയത്തിൻ്റെ സീക്വൻസുകൾ ഈ പുസ്തകത്തിൽ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വെച്ച് കാണുകയും കണ്ട് സംസാരിക്കാൻ വേണ്ടി റാക്കിൻ്റെ അവിടേക്ക് നടന്നു പോകുമ്പോഴേക്കും ആളുടെ നിലപാട് മാറി, കെ വിയുടെ നിലപാട് മാറി, പ്രണയപൂർവ്വം അവിടെ ചെല്ലുകയും അത് കഴിഞ്ഞിട്ട് ആൾ വിപ്ലവകാരിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയാവുന്നതാണ്. ഞാനത് അന്ന് ഈ യുക്തിവാദികളുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രസംഗിക്കാനൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. അവിടെ വച്ച് പരിചയപ്പെട്ടൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ, സർക്കാർ ഉദ്യോഗസ്ഥൻ. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നെ ഇങ്ങനെ വലിയ എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ആ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഇത്രയും പ്രപഞ്ച മനുഷ്യൻ എഴുതുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ അതൊക്കെ കണ്ടിട്ട് എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് 2-3 മക്കളുണ്ട്. അതിലൊരു കുട്ടിയാണ് ഈ പറഞ്ഞ ഞാനുമായിട്ട് കൂടുതൽ അടുക്കാനിടയായി ഈ പുസ്തകങ്ങൾ കൈമാറ്റം ചെയ്യാനൊക്കെ ആയിട്ട്. ഒരു ദിവസം ഏതോ ഒരു പുസ്തകം തർജീമ ചെയ്യുക. അപ്പം ഞാനന്ന് ഇൻക്വിലാബ് മാസിക തുടങ്ങിയ സമയമാണ്. അപ്പോൾ അതിലേക്ക് ചില ലേഖനങ്ങൾ, മാവോയുടെ ഒരു ലേഖനം തർജീമ ചെയ്യാൻ ആ കുട്ടിയെ ഏൽപ്പിച്ചു. ഞാനതിങ്ങനെ ഒരു താല്പര്യം കൂടി മനസ്സിലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനത് ബോധപൂർവ്വം ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ എവിടെയോ തർജ്ജമ ചെയ്ത് തരികയും ചെയ്തു. അത് ഞാൻ ഇൻക്വിലാബിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണ്ടായി. അങ്ങനെ വേറെ ചില പുസ്തകങ്ങളുടെ തർജ്ജമ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോലൊക്കെ ഉണ്ടായില്ല. അപ്പം ഒരു ദിവസം ഒരു പുസ്തകം കിട്ടിയപ്പോഴുണ്ട് അതിലൊരു ചെറിയ കുറിപ്പിരിക്കണം, നാളെ 3 മണിക്ക് ലൈബ്രറിയിൽ വരുമെന്ന് ചോദിച്ചു. അതെന്നെ വല്ലാതെ ആവേശം വെച്ചൊരു കാര്യമാണ്. പ്രണയമാണോ സംശയിച്ചിരിക്കുന്ന സമയമായിരിക്കും, സംശയിച്ച് നിൽക്കുന്ന സമയമായിരിക്കും ഈ കത്ത് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ താല്പര്യപൂർവ്വം തന്നെ ചെന്നു. പറഞ്ഞ പോലെ തന്നെ ആളവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ ലൈബ്രറിയുടെ സ്വഭാവം അങ്ങനെയാണ്, പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്ന അതിലേക്ക് കുറച്ച് നടക്കണം. അങ്ങനെ നടന്നു പോകുമ്പോൾ ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധം തോന്നുന്നത്. ഞാനന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് പൂർണ്ണമായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഇൻക്വിലാബൊക്കെ തുടങ്ങുന്നത് ഈ നക്സലൈറ്റ് രാഷ്ട്രീയം വെച്ചിട്ട് തന്നെയാണ്. ഒരു സജീവ പ്രവർത്തകനാകാനോ ഒരു പ്രവർത്തകൻ അങ്ങനെ ഒരു വിപ്ലവകാരിയാകാനോ ഞാനന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇതിങ്ങനെ അതിനോടൊരു അനുഭവമുണ്ട്, അതുകൊണ്ട് അതിന് ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന മനസ്സിലേക്ക് വന്നു. ഞാനിങ്ങനെ ഈ ദില്ലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ സ്ഥിതി എന്താവും, ആ കുട്ടിയെ നമ്മൾ കൊലയ്ക്ക് കൊടുക്കുന്ന പോലെയല്ലേ കൊണ്ടുപോകുക എന്നുള്ളൊരു തോന്നൽ വല്ലാതെ വന്നു. അതാണ് പെട്ടെന്ന് അവിടെ ചെന്നിട്ട് സാധാരണഗതിയിൽ ആ ട്രാക്കുകൾക്കിടയിൽ നിന്നിട്ട് ഈ കാമുകികാമന്മാർ മുഴുവനും സംസാരിക്കുന്ന ആൾ അവിടെ ഇവിടെയൊക്കെ എടുക്കണ്ടായി. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അല്പം എന്തിനെ വിളിച്ചതെന്നുള്ളൊരു പരുഷമായിട്ട് ചോദിച്ചുകൊണ്ട് ഇന്ന് ആ കുട്ടി ആകെ വിളറി വിളിക്കുന്നത് കാണാമായിരുന്നു മുഖം. അപ്പോൾ ഒന്നുമില്ലാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സംഭാഷണങ്ങൾ അവസാനിക്കുക ചെയ്തത്. ശരിക്കും ഞാനന്ന് അത് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ റൂമിൽ തലേണയിൽ
തലവെച്ച് കമഴ്ന്ന് കിടന്ന് കരഞ്ഞു പൊട്ടിക്കരഞ്ഞു ശരിക്കും. പ്രണയത്തിൻ്റെ റിയൽ അനുഭവം. പ്രണയത്തിനെ കുറിച്ച് പൊതുവിൽ എന്താ ഇങ്ങനെ പറയുന്നത്? എങ്ങനെ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു വളരെ നൈസർഗികം വളരെ ലോലമായൊരു തലമാണത് മനുഷ്യ മനസ്സിൻ്റെ. അത് എല്ലാവരിലും ഉണ്ടത്, പലരിലും അത് ഏറിയും കുറഞ്ഞും പ്രകടമാകാതിരിക്കുകയൊക്കെ ചെയ്യുക. ഞാനിത് മലയാളം വാരികയിൽ എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നും പറഞ്ഞൊരു ഇത് തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ കഥയുടെ കുറേ ഭാഗങ്ങൾ അതാണ്. അതിൽ 6ാമത്തെ 7ാമത്തേലൊക്കെയാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ എഴുതാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ മണിയോട് പറയുന്നത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ. അപ്പോൾ മണിക്കറിയാം ആ കുട്ടിയുടെ പേരൊക്കെ ശരിയായ പേരൊക്കെ മണിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മണിയുടെ കമൻറ്റ് ഞാൻ വീണ്ടും അറിയണ്ടായിരുന്നേ. അയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറൊരു ഇതിൽ. അപ്പോഴാണ് മണി പറയുന്നത്, ആ പെണ്ണൊന്നും തൻ്റെ കൂടെ ഇങ്ങനെ ബുദ്ധിമുട്ട് കഷ്ടപ്പെടാനൊന്നും കൂടെ നിൽക്കില്ലായിരുന്നു എന്നുള്ള കമൻറ്റ്. ആ പ്രണയം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു തീർച്ചയായിട്ടും. അന്നത് ഇത് ഉൾപ്പെടുന്ന ലക്കം അന്ന് മലയാളം വാരികയ്ക്ക് ഞാനന്ന് ഓരോ ലക്കം എഴുതിയിട്ട് കൊടുത്തയക്കല പതിവ്. അപ്പം അന്ന് നമ്മളെ ഇതിലെ ചാനലിലൊക്കെ ഉള്ള വേണു ബാലകൃഷ്ണനില്ലേ, വേണു ബാലകൃഷ്ണൻ അന്ന് അവിടെ ഏതോ ഒരു വേറൊരു അല്ല മലയാളം വാരിക തന്നെ, മലയാളം വാരികയിൽ അന്ന് വേണു അസിസ്റ്റൻ്റ് സബ് എഡിറ്ററോ മറ്റായിട്ടുണ്ട്. അപ്പോൾ വേണുവിൻ്റെ ഞാൻ അതുകൊണ്ട് എത്തിക്കണം ജയേന്ദ്രൻ നായർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് സമീക്ഷ അവിടെ എറണാകുളത്ത് നടത്തുന്നുണ്ട്. സമീക്ഷയിൽ വേണു വർക്ക് ചെയ്തിരുന്നല്ലോ അല്ലേ? അതെ, കുറച്ചാൾ വേണു ബാലകൃഷ്ണൻ. അതെ അതെ. അപ്പോൾ വേണുവിന് പിന്നെ പറഞ്ഞത് ജയേന്ദ്രൻ നായർ ഇത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് സിനിമയ്ക്കുള്ള കഥയുണ്ടല്ലോ. കെവിയെ വളരെ ശരിക്കും സ്വാധീനിച്ച ഒരാളാണ്, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അമ്മ. അമ്മയെക്കുറിച്ച് പറയുമ്പം കെ വി അമ്പലത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് കെ വിക്ക് അന്നേ ഉണ്ടായിരുന്നൊരു യുക്തിചിന്തയുടെയൊക്കെ ഈ കല്ലിനെ വണങ്ങാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന കെ വി, പക്ഷേ അതിനോട് എതിർപ്പൊന്നും പറയാതെ അമ്മ നിൽക്കുന്നു. ഇതുപോലെ ജീവിതത്തിൽ അമ്മയുടെ അമ്മക്കാലം എന്ന് പറയുന്ന ആ കാലത്ത് മുഴുവൻ കെ വിയുടെ ഓരോ സംഗതികളിലും മൗനമായ ആശംസകളുമായി നിൽക്കുന്ന അമ്മ. അതിനുശേഷം അവസാന ഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള ഒരു മാനസിക സ്വാസ്ഥ്യങ്ങൾ അമ്മയെക്കുറിച്ചൊന്ന് പറയൂ. ശരിക്കും ഞാൻ 7ാമത്തെ മകനാണ്. അപ്പം എനിക്ക് മുകളിൽ 3 ആണുങ്ങളും 3 സഹോദരിമാരും 3 സഹോദരന്മാരുണ്ട് എനിക്ക് മുകളിൽ. അമ്മ ഒരു പഴയ 10ാം ക്ലാസ്സുകാരി, പഴയ മെട്രിക്കുലേഷൻ എന്ന് പറയുക, അന്ന് മെട്രിക്കുലേഷൻ എന്ന് പറയുക, 10ാം ക്ലാസ്സുകാരിയാണ്. അന്ന് 10ാം ക്ലാസ് വരെയൊക്കെ പെണ്ണുങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അപൂർവമാണ് ശരിക്കും. അപ്പോൾ നല്ല അതുകൊണ്ട് തന്നെ വായന അധികവും രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ തന്നെ ഏറെക്കുറെ കാണപ്പടം പോലെ നമുക്കറിയാം. അപ്പോൾ ചെറുപ്പകാലത്തൊക്കെ തന്നെ അമ്മ അതിലെ കഥകൾ എനിക്ക് ഓരോ സന്ദർഭങ്ങളിൽ ഓരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലെ ഓരോ കഥകൾ പറഞ്ഞു തരും. അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു തരുന്നൊരു രീതി ഉണ്ടായിരുന്നു. അത് കൂടുതൽ എന്നോടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അമ്മ മറ്റുള്ളവരുമായിട്ടൊന്നും അങ്ങനത്തെ ഒരു ബന്ധമില്ല. ഞാൻ ഏറ്റവും താഴെയുള്ള ആളെന്ന രീതിയിലും പിന്നെ നല്ല കുട്ടി, പഠിക്കുന്ന കുട്ടി എന്നൊക്കെ ഉള്ള ആ ഒരു പരിഗണനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷെ പിന്നീടാണ് അമ്മയുടെ പാരമ്പര്യമായിട്ട് തന്നെ അമ്മയുടെ കുടുംബത്തിൽ മനോരോഗമുണ്ട്. അമ്മയുടെ അമ്മയ്ക്ക് രോഗമുണ്ടായിരുന്നു, അമ്മയുടെ ചെറിയമ്മയ്ക്ക് മാനസിക രോഗമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ അധികം പ്രാരാബ്ദങ്ങളും വന്നു എന്ന് പറയാം. പിന്നെ അമ്മ ഒരു ജന്മി കുടുംബത്തിലൊക്കെ പെട്ടതായിരുന്നെങ്കിൽ തന്നെയും അമ്മയ്ക്കൊരു പട്ടഭൂമിയായിട്ട് കിട്ടിയ കുറച്ചധികം ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അമ്മയ്ക്ക് കിട്ടുന്നത്. അച്ഛനും ജന്മി കുടുംബമൊക്കെ ആയിരുന്നു. പക്ഷേ അച്ഛൻ്റെ സ്വത്തൊന്നും തന്നെ അമ്മയുടെ ഈ കിട്ടുന്നുണ്ടായില്ല. അച്ഛൻ വേറൊരു രീതിയിൽ ഇങ്ങനെ നടക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് അമ്മ ഈ ഭൂമിയും കരഭൂമിയുണ്ട്, മറ്റേ കൃഷിഭൂമിയുണ്ട്, രണ്ടുമുണ്ട്. ഇത് രണ്ടും അമ്മ മുൻകൈയെടുത്ത് കൊണ്ട് നടന്ന് നോക്കി നടന്ന് അതിൻ്റെ വരുമാനം കൊണ്ടാണ് ഈ മക്കളെയൊക്കെ പഠിപ്പിക്കുകയും ഇതൊക്കെ ചെയ്തത്. കൂടുതൽ ഉയർന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മൂത്ത ചേട്ടനും ചേച്ചിയും രണ്ടുപേരും, കനകവും രാജനും അവരൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കാൻ അമ്മയ്ക്ക് കോളേജിൽ വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അമ്മയാണ് അതിൻ്റെ മുഴുവൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നത് ഈ പ്രയാസം. അതുതന്നെയാണെന്ന് തോന്നുന്നു അമ്മ ഇങ്ങനെ ഒരു മാനസികരോ. എനിക്കൊരു 3-4 വയസ്സുള്ള സമയത്താണ് ആദ്യത്തെ ഇത് വരുന്നത്. അതോ അമ്മ എന്നിട്ട് അമ്മയുടെ തറവാട്ടിൽ കൊണ്ട് നിർത്തുന്നുണ്ട് അമ്മയുടെ ആങ്ങളമാർ. അപ്പോൾ ഞാനും അമ്മയുടെ കൂടെ പോകുന്നുണ്ട്. അവിടെ കുറച്ച് നാൾ ഒരു കൊല്ലം നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കുറഞ്ഞ് മരുന്നുകൾ എന്തൊക്കെയോ ചെയ്ത് കുറഞ്ഞു വന്നു. പിന്നീട് 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഉണ്ടാകുന്നത്. പക്ഷേ വലിയ അപകടകരമായ രീതിയിലല്ല, ഒരു ചെറിയ ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം എന്നുള്ള രീതിയിലേ ഉള്ളൂ.
പിന്നീട് ഞാനും അമ്മയും മാത്രമായിട്ടുള്ള കാലം ഉണ്ടായിരുന്നു വീട്ടിൽ. ആ സമയത്ത് അമ്മയ്ക്ക് ഈ വക പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് പോയിരുന്നത്. ഞാൻ ജയിലിൽ പോയി വരുന്ന സമയത്തും അമ്മ അതിനെ എതിർത്തിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് ഈ നാടുഗദ്ദികയൊക്കെ കൊണ്ട് നടന്നിരുന്നൊരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഒരു തവണ അവരൊക്കെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് ക്യാമ്പ് ചെയ്തിരുന്നത്. അതിനൊന്നും അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അതിനൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വിപ്ലവ പ്രവർത്തനം എന്നുള്ളത് അപകടകരമായിട്ടുള്ള, വ്യക്തിപരമായിട്ട് അപകടകരമായിട്ടുള്ള കാര്യമാണെന്ന് അറിയുമ്പോൾ തന്നെ അമ്മ എടുത്തിരുന്ന നിലപാട് എങ്ങനെയായിരുന്നു ആ സമയങ്ങളിലൊക്കെ? പോലീസ് വരുന്നു അല്ലെങ്കിൽ അന്വേഷിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ? അതാണ് ഞാൻ ജയിലിൽ പോയ സമയത്ത് ഒക്കെ തന്നെ അതിന് വന്നപ്പോൾ വലിയ കൂളായിട്ടാണ് അതിനെ നേരിടുന്നത്. ഒരു വലിയൊരു എന്താ പറയുക, സങ്കടവും ഉത്കണ്ഠയൊന്നും ഇല്ലാത്ത രീതിയിലാണ് അത് പൊതുവിൽ എനിക്ക് ആശ്വാസം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു സംഭവം. കനക ചേച്ചിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യം, കനക ചേച്ചി അടുത്ത് പലപ്പോഴും പോയി താമസിക്കുകയും, കോഴിക്കോടാണ് അല്ലേ, കോഴിക്കോട് താമസിക്കുകയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന പോലീസ് പ്രശ്നങ്ങളും ഏട്ടനെ അന്വേഷിച്ചിട്ട്, കനക ചേച്ചിയുടെ ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് ഒറ്റയ്ക്കൊരു സ്ത്രീ കക്കയം ക്യാമ്പിൽ പോയിട്ട് ഭർത്താവിനെ മോചിപ്പിക്കുകയും ചെയ്യുന്നൊരു വല്ലാത്തൊരു കഥയാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞ മണിച്ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ, അങ്ങനെയുള്ളൊരു തുടർച്ചയിൽ കനക ചേച്ചിയുടെ ഇത്തരം നിലപാടുകളും വലിയ സന്തോഷവും പിന്നെ വലിയ കരുത്തും നൽകിയിട്ടുണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയാണ്. മൂത്ത 2 ചേച്ചിമാർ വിവാഹം കഴിച്ച് വേറെ പോയിരുന്നു. ആ നിലയ്ക്ക് തന്നെ നല്ലൊരടുപ്പം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരടുപ്പം കനക ചേച്ചിയായിട്ട് എനിക്കുണ്ടായിരുന്നു ശരിക്കും. അപ്പം അങ്ങനെയാണത്. ഞാൻ ഈ ഒളിവിലൊക്കെ നടക്കുന്ന കാലത്ത്, ഞാൻ ജയിലിലുള്ള സമയത്ത് തന്നെ ആദ്യമായിട്ടുള്ള ഞാൻ ജയിലിലാണ് പോകുന്നത്. പിന്നീട് ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒളിവിൽ പോക്കൊക്കെ ഉണ്ടാകുന്നത്. ജയിലിലായ സമയത്ത് തന്നെ കൃത്യമായി അപ്പോൾ ഈ ജയിലിൽ ക്യാൻറ്റീനിൽ നിന്ന് ചായയൊക്കെ വാങ്ങാനായിട്ട് അന്ന് 20 രൂപയാണ് ഒരു മാസം ഒരാൾക്ക് അനുവദിക്കുന്നത്. ഒരു തടവുകാരൻ അനുവദിക്കുന്ന 20 രൂപയാണ്. 20 എന്ന് പറഞ്ഞാൽ അന്ന് ചായക്ക് ഒക്കെ നിസ്സാര പൈസയുള്ളൂ, 2 പേര് അങ്ങനെ എന്തോ ചില്ലറ എന്തൊക്കെയുള്ളൂ. അത് കനച്ചിട്ട് കൃത്യമായിട്ട് അയച്ചു തരും. ഇടയ്ക്ക് കത്തുകൾ അയക്കും. അങ്ങനെ ജയിലിലുള്ളപ്പോൾ തന്നെ വന്നത്. അത് നമ്മുടെ ഗോവിന്ദപിള്ളയുടെ ഭാര്യ രാജപ്പൻ ചേച്ചിയും അങ്ങനെ കത്തുകൾ അയക്കുകയും ഇടയ്ക്ക് വരികയും കാണുകയൊക്കെ ചെയ്യാറുണ്ട്. കനച്ചേച്ചി അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഈ പ്രവർത്തനങ്ങളിലൊക്കെ നീങ്ങിയപ്പോൾ കനച്ചേച്ചി പോയി കാണും. കനച്ചേച്ചി കോഴിക്കോട്. അപ്പോൾ കനച്ചേച്ചിയുടെ വക മിക്കവാറും എന്തെങ്കിലും പൈസ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പൈസ തരുമോ, അന്ന് 300 രൂപ 500 രൂപ എന്നൊക്കെ പറഞ്ഞ വലിയ എമൗണ്ടാണ്. അത് അങ്ങനെ എന്തെങ്കിലും കനച്ചേച്ചിയൊന്നും എടുത്തു വച്ചിരിക്കും, അത് അങ്ങനെ ചെയ്യും. അപ്പോൾ കനച്ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ ബ്രദറിലോ ഞാൻ, അദ്ദേഹം അന്ന് മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവിയാണ്. അന്നെനിക്ക് എൻ്റെ രാഷ്ട്രീയത്തോടൊട്ടും യോജിപ്പില്ല, എങ്കിലും എന്നോട് വലിയ സ്നേഹമിഷ്ടമൊക്കെയാണ് എങ്കിലും. അപ്പോൾ പക്ഷേ ഞാൻ അധികം കനച്ചേച്ചി കണ്ടങ്ങ് പോകില്ല പതിവ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞ സമയത്ത് പോലീസുകാർക്ക് അറിവ് കിട്ടിയ എങ്ങനെയോ, കനച്ചേച്ചിയുടെ മകനുണ്ട്, ഇപ്പോൾ വലിയൊരു ഡോക്ടറൊക്കെയാണ്, അമേരിക്കയിൽ സ്വന്തമായിട്ട് ക്ലിനിക്കൊക്കെ ഉള്ള വലിയ കക്ഷിയാണ്. അയാളാണ് എനിക്ക്, അപ്പോൾ കനച്ചേച്ചിയുടെ തന്നെ ഈ പറഞ്ഞ ഉണ്ണിയേട്ടൻ, കനച്ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീടുണ്ട് കുറച്ചപ്പുറത്ത്, കോഴിക്കോട് ടൗണിൽ നിന്ന് കുറച്ചപ്പുറത്ത്. ഞാൻ അവിടെ എത്തും. അവിടെ എത്തിയ ഈ പറഞ്ഞ കനച്ചേച്ചിയുടെ മകൻ എനിക്കുള്ള പൈസയോ എന്തെങ്കിലും അങ്ങനെ പൈസ കൊണ്ടെത്തിച്ചു തരും, അല്ലെങ്കിൽ കത്തെന്തെങ്കിലും കൊടുത്തേക്ക് ഞാൻ എന്തെങ്കിലും വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടതൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇങ്ങനെ പോലീസുകാർ ഇവിടെ വളഞ്ഞിട്ടുണ്ട് അവരുണ്ടാകുന്നുള്ളത്. അപ്പോൾ അതും നടക്കാതെ വന്ന് പിന്നെ ഈ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുമ്പോഴത്തോടുകൂടി ആകെ അന്തരീക്ഷം മാറി. അപ്പോൾ അതുവരെയുള്ളൊരു ഇതല്ലല്ലോ, ചൂട് പിടിച്ച് എങ്ങനെയെങ്കിലും എന്നെ കണ്ടുപിടിക്കണമെന്ന്. ആ ഇതിലാണ് ഉണ്ണിയേട്ടനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ കനച്ചേച്ചിയെ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതാണ് കൊണ്ടാണ് ഉണ്ണിയേട്ടനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ കനച്ചേച്ചി അപ്പോൾ അവിടെ തൊട്ടടുത്ത് CH മുഹമ്മദ് കോയയുടെ വീടൊക്കെ അവിടെ തൊട്ടടുത്താണ്, ഞങ്ങളെ കിഴക്കേ നടക്കാവ്. അപ്പോൾ കോയയും വേറെ ചില അവിടുത്തെ മേയറോ അങ്ങനെ 2-3 പേരെയൊക്കെ കനച്ചേച്ചി പോയി കാണുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ നക്സലൈറ്റ് പ്രശ്നത്തിലന്നൊന്നും അടിയന്തരാവസ്ഥക്കാരത്തൊന്നും തൊടില്ലല്ലോ, ആരും തൊടില്ലല്ലോ. അവരെല്ലാം കൈ ഒഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ആൾ നേരെ ഒരു ജീപ്പും എടുത്ത് കുരാച്ചുണ്ടിലെത്തുന്നത്. കുരാച്ചുണ്ടെന്ന് പറയുന്നത് ഈ പഴയ കായണ്ണ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലം. അവിടെ നിന്ന് പിന്നെയും കുറേ കൂടി മുകളിൽ കക്കയം ഇതുണ്ട്,
എന്താണ് ഡാം ആ ഡാമിനോട് ചേർന്നുള്ള ഒരു ക്വാർട്ടേഴ്സ് ഇതൊക്കെ ആയിട്ടാണ് അവിടെയാണ് ഈ ക്യാമ്പ് പോലീസ് മർദ്ദനത്തിൻ്റെ ഇതുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവിടേക്ക് ആരും പോകാൻ തയ്യാറില്ല. വണ്ടി എടുത്തിട്ട് വളരെയധികം പൈസ കൊടുക്കാൻ തയ്യാറായിട്ട് ഒരു ജീപ്പ് കയറിയിട്ട് അനുസരിച്ച് ചെല്ലുക ചെയ്യുന്നു മുകളിലേക്ക്. അപ്പോൾ വളരെ അകലെ വെച്ചിട്ട് തന്നെ പോലീസ് തടഞ്ഞു. അപ്പോൾ കനച്ചിച്ച് പറഞ്ഞു, ഞാൻ ജയറാം മെഡിക്കലിൽ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിപ്പായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണ വന്നു. അന്ന് പിന്നീട് DIG ഒക്കെ ലക്ഷ്മണ ഉണ്ടല്ലോ, ലക്ഷ്മണ വന്നു. അപ്പോൾ കനച്ചിച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവുള്ള ഇവിടെയുള്ളത്, വേണുവിന് പൈസ കൊടുക്കാറുള്ളത് ശരിയാണ്, ഞാൻ കൊടുക്കാറുണ്ട്, വേണു എന്നെ വന്ന് കാണാറുമുണ്ട്, എന്നെ ശിക്ഷിച്ചോ, എന്നെ ഇവിടെ ഇരുത്തിക്കോ, അങ്ങോരെ വിട്, അങ്ങോട്ട് നിരപരാധിയാണ്, അങ്ങോട്ട് എന്നും പറഞ്ഞ് നിലപാടെടുത്തു. അല്ലാതെ ഞാൻ അവിടെ നിന്ന് പോവില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നിരുന്നു. അവസാനം ഞാൻ അമ്പടിക്കൽ വിളിപ്പിച്ച് സംസാരിച്ച്, എന്നിട്ട് കുറേ ഞാൻ വേണുവിനോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് നല്ലൊരു ജോലിയൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നാണ് ഈ രാഷ്ട്രീയമൊക്കെ കൊണ്ട് നടക്കാതെ എന്നൊക്കെ പറഞ്ഞിരുന്ന കുറേ ചേച്ചിയോട് കുറേ ഇതൊക്കെ പറയുകയുണ്ടായി. മുന്നേറ്റം വിട്ടു. അന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ദേശാഭിമാനിയിൽ ഇത് വലിയൊരു സ്റ്റോറിയായിട്ട് വന്നിരുന്നു. ദേശാഭിമാനി പത്രത്തിൽ അപ്പുക്കുട്ടൻ മുള്ളിക്കൊന്ന് എഴുതിയിരുന്നൊരു ഇതുണ്ടായിരുന്നു, മറ്റേ അടിയന്തരാവസ്ഥ കഥകൾ. അതിലിത് ഉണ്ടായിരുന്നു, നല്ലൊരു ഇതുണ്ടായിരുന്നു. എന്തോ ചെന്നായിക്കൂട്ടത്തിൽ ചെന്ന മാൽപേഴ അങ്ങനെ എന്തോ ഒരു തലക്കെട്ടൊക്കെ ആയിട്ടാണ്. അങ്ങനെ ചേച്ചിയെക്കുറിച്ച് മാത്രമുള്ള ഇതൊക്കെ വന്നിരുന്നു. അപ്പം ഇങ്ങനെ KVA വളരെ അടുത്ത പല രീതിയിൽ അടുത്ത് നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പം എനിക്ക് തോന്നിയത് നേരിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ തന്നെയും രാജമ്മ ചേച്ചിയെക്കുറിച്ചാണ്, PG P. ഗോവിന്ദപിള്ളയുടെ ഭാര്യയെക്കുറിച്ചാണ്. ഞാൻ ഇപ്പം ഈ പറഞ്ഞ പഠിത്തം കഴിഞ്ഞ് 68-ലാണ് ഞാൻ MSc കഴിയുന്നത്. അപ്പോൾ പിന്നെ തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഇല്ലായിരുന്നു. ഗവേഷണത്തിന് പോകണമെന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ അതിനുവേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ജോലി കിട്ടി വീട്ടുകാരെ സഹായിക്കണം എന്നൊക്കെയുള്ള ഇതൊക്കെ കൂടി നിൽക്കണതിൻ്റെ ഇടയിലാണ്. അപ്പം അന്ന് ഞാൻ ഈ ജനകകുമാരികയിലെ ഭഗവത്ഗീത 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞൊരു പരമ്പര 15 ലക്കമായിട്ട് ഞാൻ ജനകകുമാരികയിൽ എഴുതിയിരുന്നു. ഞാൻ പഠിക്കണതിൽ തന്നെ, MScക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ. അതുപോലെ തന്നെ അന്വേഷണം മാസിക, വേറെയും ചില 2-3 മാസികകളുണ്ടായിരുന്നു. അതിലൊക്കെ അങ്ങനെ അത്യാവശ്യം സീരിയസ് മാസിക, അന്വേഷണം മദ്രാസ് എന്നുള്ള, അതെ അതെ അതെ, അങ്ങനെ ഇതൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇത് ഈ ജനകകുമാരികയിലത്തെ ഗോവിന്ദപിള്ള ശ്രദ്ധിച്ചിരുന്നു. ഗോവിന്ദപിള്ളയുടെ ഒരു ബന്ധു കൂടിയായ ഒരാൾ മറ്റേ ഈ ചേച്ചിയുടെ ഒരു ബന്ധുവായി വന്നിരുന്നു. അങ്ങനെ ഗോവിന്ദപിള്ള അയാൾ വഴി എന്നെ വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ദേശാഭിമാനിയിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട്. എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒന്ന് തിരുവനന്തപുരത്തേക്ക് വരാമെന്നുള്ള രീതി തോന്നുന്നു. അപ്പോൾ ഈ ഗവേഷണ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട കൂട്ടത്തിൽ ഗവേഷണം നടത്താമെന്നൊക്കെയുള്ള രീതിയിലാണ് ആലോചിച്ചിരുന്നത്. അങ്ങനെ അപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ ഗോവിന്ദപിള്ള അവിടെ പുളിമൂട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ അതിനടുത്താണ് ഗോവിന്ദപിള്ളയുടെ വീടുള്ളത്. അപ്പോൾ വീട്ടിലേക്കാണ് ആദ്യം വിളിപ്പിച്ചിരുന്നത്. 2-3 തവണ ഗോവിന്ദപിള്ളയെ കാണാൻ ചെന്നപ്പോഴേക്കും ഗോവിന്ദപിള്ളയുടെ രാജപ്പ ചേച്ചിയായിട്ട് പരിചയപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇങ്ങനെ ഒരു നല്ല ഒരു അടുപ്പമായി മാറി, ശരിക്കും ഒരു ചേച്ചിയായി മാറി എനിക്ക് ഭക്ഷണം കഴിക്കാനും ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദേശാഭിമാനി രാഷ്ട്രീയത്തെ വിട്ടിട്ട് മറ്റേ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങി കഴിഞ്ഞിരുന്നു അവിടെ നിന്ന്. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴും രാജപക്ഷി നിങ്ങളുടെ രാഷ്ട്രീയമൊന്നും ഇവിടെ വേണ്ട, നിങ്ങളൊന്നും ഇവിടെ വരണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് ഞാൻ പോകാറുണ്ട്, പതിവായിട്ട് പോകാറുണ്ട്. അന്നപ്പോൾ ഇൻക്ലാബ് എന്ന് പറഞ്ഞൊരു മാസിക ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് സാമ്പത്തിക സഹായം വരെ രാജപക്ഷി ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു വളരെ പിന്നെ ജയിലിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കും, പതിവായിട്ട് എത്തിക്കുമായിരുന്നു, കത്തെഴുതുമായിരുന്നു, എന്നൊക്കെ ചെയ്യുമായിരുന്നു. വളരെ അടുത്ത ബന്ധമായിരുന്നു ശരിക്കും. ഖനികളിൽ ഉരുകിത്തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല. മലമുകളിൽ നിന്ന് ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല. മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തി നോക്കുന്നില്ല. മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല. ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു.